ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ദോശപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ അളവുകളോടുകൂടി നിങ്ങൾ ദോശപ്പൊടി തയ്യാറാക്കി നോക്കൂ, പിന്നെ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ദോശപ്പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിൽ ഉഴുന്നാണിത്. അപ്പോൾ തോടുള്ള ഉഴുന്നും തോടില്ലാത്ത ഉഴുന്നും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നമുക്ക് ഒരു കടായിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഇനി ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഉഴുന്നിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം, അതുവരെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, തീരെ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. കൈയെടുക്കാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരല്പസമയം കൂടി, 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഒരല്പസമയം കൂടി ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നെല്ലാം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് കടലപ്പരിപ്പാണ്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഈ ഉഴുന്നും കടലപ്പരിപ്പും എല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് ഒരല്പം എണ്ണ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ അത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോൾ എണ്ണ ചേർക്കാതെ തന്നെയാണ് ഇത് വറുക്കുന്നത്. അല്പസമയം ഒന്ന് വറുത്തപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് അരിയാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ് വേണ്ടത് കേട്ടോ. അരി വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വറുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അരി വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി തുടങ്ങും കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വറുത്തപ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 12ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കരുത് ഇതിലേക്ക്, വറ്റൽമുളക് തന്നെ വറുത്ത് ചേർക്കണം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 10 താഴെ വറ്റൽമുളക് ചേർക്കാം. ഇച്ചിരി എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 3-4 വറ്റൽമുളക് കൂടുതൽ ചേർക്കുകയും ചെയ്യാം. നല്ല രീതിക്ക് നമ്മുടെ മുളകൊന്നും മുരിഞ്ഞ് കിട്ടട്ടെ. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള കളർ ലൈറ്റായിട്ട് മാറുന്നവരെ മാത്രം ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ മുളകെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ഒരല്പം കറിവേപ്പില വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ വറവാണ്. അതായത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും മുളകും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അരി കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലയും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം വറുത്ത് ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ. ഇത് വറുത്ത ചെറിയ ജീരകമാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. വറുക്കാത്ത ചെറിയ ജീരകമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ അരി വറുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. തരിതരിയായിട്ട് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കരുത്, ചെറിയ തരിതരിപ്പ് ഉണ്ടാവണം. നമ്മുടെ ദോശപ്പൊടി നല്ല രീതിക്ക് തന്നെ ഞാനിതൊന്ന് തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തതിൻ്റെ ആ ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്ക് എയർടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മാസം വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസം വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ദോശപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് എടുക്കാം. പൊടിയായിട്ട് വേണമെന്നുള്ളവർക്ക് പൊടിയായിട്ട് കഴിക്കാം. അതല്ല കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു ദോശപ്പൊടി നിങ്ങളെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.